ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഇലക്ട്രിക് കാറിൻ്റെ സവിശേഷതകൾ നിങ്ങളെ അറിയിക്കാനാണ്. നിങ്ങളാരും കിയ മോട്ടോഴ്സിനെ കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ 2020 ലാസ്റ്റോടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സൗത്ത് കൊറിയൻ കമ്പനിയാണ് കിയ മോട്ടോഴ്സ്. കിയ സോൾ EV എന്ന പേരിലാണ് കിയ മോട്ടോഴ്സ് ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സൗത്ത് കൊറിയൻ കമ്പനി ആയ കിയ മോട്ടോഴ്സ് ഓൾറെഡി തന്നെ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ഇതിൻ്റെ ട്രയൽ ഗാഡി ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അവരുടെ മാനുഫാക്ചറിങ് കമ്പനി ഓൾറെഡി ആന്ധ്രാപ്രദേശിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കമ്പനി 2020 ശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി തന്നെ മാനുഫാക്ചറിങ് കമ്പനി ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 3 ലക്ഷത്തോളം കാറുകൾ വർഷത്തിൽ മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഈ കാറിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്: ഒന്ന്, ഫസ്റ്റ് ചാർജിങ്ങിൽ ഒരു വട്ടം ചാർജ് ചെയ്താൽ 450 കിലോമീറ്ററിലധികം നമുക്ക് ട്രാവൽ ഡിസ്റ്റൻസ് ഈ കാർ തരുമെന്നതാണ്. അതിലുപരി ഈ കാറിൻ്റെ ഡിസൈൻ നിങ്ങൾ കാണുന്നത് പോലെ ഇത്രയും മനോഹരമായ ഡിസൈനിങ്ങും ഇത്ര മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും LED ഹെഡ്ലൈറ്റ്സ്, അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സും കാറിനെ തികച്ചും വ്യത്യസ്തമാക്കുകയാണ്. ഏവർക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇക്കോ ഫ്രണ്ട്ലി കാര്യങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ലെവൽ നമ്മൾ സാധാരണക്കാരന് പോലും മാനേജ് ചെയ്യാൻ പറ്റുന്ന 10 ലക്ഷത്തിന് അടുത്ത പ്രൈസ് റേഞ്ച് ആയിരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതുവരെ അതിൻ്റെ പ്രൈസിനെ കുറിച്ച് കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഏതായാലും നമുക്ക് നേരിൽ കണ്ടറിയേണ്ടി വരും. ഇതിന് സേഫ്റ്റി ഫീച്ചേഴ്സ് അത്യാധുനികമായ സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാർജിങ്ങിൽ തന്നെ 450 പരം കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ഡിസ്പ്ലേ യൂണിറ്റിൽ എല്ലാ അലേർട്ട്നെസ്സും ഓട്ടോമാറ്റിക്കായി നമുക്ക് ഷോ ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ഞാൻ ഇനിയും വീണ്ടും വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.